ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീസെൻ്റായി നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം, അതായത് കോമൺ ആയിട്ട് നമുക്ക് PSCക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതായത് ഈ കാര്യങ്ങൾ തന്നെ, ഇതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കോമൺ ആയിട്ടുള്ള എക്സാമിന് കുറേ എണ്ണത്തിന് വരുന്നതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, തെറ്റായത് കണ്ടെത്താനാട്ടോ. തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 അതെന്താ? ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. 1498 നമുക്ക് എല്ലാവർക്കും അറിയാം. 1498 മെയ് 20 ആരെത്തിയത്? വാസ്കോഡ ഗാമ. എവിടെ എത്തിയത്? കാപ്പാട്. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം. പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? അത് ശരിയല്ല കേട്ടോ, അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. എന്ത്? തെറ്റായ പ്രസ്താവന. ഏത് വർഷമാണ്? അപ്പോൾ ഏത് വർഷമായിരിക്കും പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ നാലാമനെ തൂക്കിലേറ്റിയത്? 1600 കേട്ടോ. നാലാമൻ്റെ 4ൻ്റെ സ്ക്വയർ 4 16. അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. നാലാമനെ 1600 തൂക്കിലേറ്റി. പിന്നീട് എന്താ പറയുന്നത്? 1604 ആണ് ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഡച്ചുകാർ എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1604. എവിടെ എത്തിച്ചേർന്നു? കോഴിക്കോട്. കോഴിക്കോട് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1604. പിന്നെന്താ പറയുന്നത്? ഇന്ത്യയിൽ വെച്ച് മേൽക്കോയ്മ അവസാനിച്ച യുദ്ധമാണ് 1741 കുളച്ചിൽ യുദ്ധം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ മേൽക്കോയ്മ അവസാനിച്ച യുദ്ധമാണ് 1741 കുളച്ചിൽ യുദ്ധം എന്നാണ് പറയുന്നത്. അത് ശരിയായ പ്രസ്താവനയല്ല, അത് ശരിയാണ് കേട്ടോ. അപ്പോൾ കുളച്ചിൽ യുദ്ധം ആരൊക്കെ തമ്മിൽ നടന്നതാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നതാണ് അല്ലേ? അപ്പോൾ കുളച്ചിൽ യുദ്ധത്തിൽ ആർക്ക് പരാജയം ഏൽക്കേണ്ടി വന്നു? ഡച്ചുകാർക്ക് പരാജയം ഏൽക്കേണ്ടി വന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് കോമൺ ആയിട്ടുള്ള PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ 1772 ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുണ്ട്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഏതാണ്? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ എ ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ശരിയാണ്. 1772 ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം. ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. അപ്പം നമുക്ക് ആവശ്യമുള്ളത് രാജ്യസമാചാരം, പശ്ചിമോദയം പ്രസിദ്ധീകരിച്ച് മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം ആരുടെയാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. പക്ഷേ ഇത് തെറ്റാണ്. അതായത് 45 47 കേട്ടോ. 47 ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്തത്, ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്ത് ഒരു കോളേജും സെമിത്തേരിയും സ്ഥാപിച്ചു. അതായത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് ഉണ്ട്. ചർച്ച് മിഷൻ സൊസൈറ്റി, അതായത് നമ്മുടെ ആദ്യത്തെ കോളേജ് ഏതാ? CMS കോളേജ് അല്ലേ? അത്രമാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജാണ്. ഇതും തെറ്റായ പ്രസ്താവനയാണ്. കാരണം 1817 അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് കോമൺ ആയിട്ട് എഴുതുന്ന പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്തത്, ബാസിൽ ഇവാഞ്ചലിക് മിഷൻ കണ്ണൂരിലെ ബർണേശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. അത് ശരിയാണോ? അത് ശരിയായ പ്രസ്താവന കേട്ടോ. അതായത് ഡി ശരിയാണ്. അപ്പോൾ ഏതൊക്കെ ശരി? എയും ഡിയും ശരിയാണ്. അതായത് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷന് കണ്ണൂരിൽ എന്ത് സ്ഥാപിച്ചു? ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഏത് വർഷമാണ്? 1841. അപ്പോൾ ഈ ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷനെ കുറിച്ച് നമുക്ക് ആവശ്യമുള്ള പോയിന്റ് എന്താണ്? അതായത് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടെ പ്രവർത്തിക്കുന്നതാണ്? മലബാറിൽ പ്രവർത്തിക്കുന്നതാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ബർണശ്ശേരിയിലാണ് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്? ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. അതേപോലെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മലയാള പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസമാചാരം, പശ്ചിമോദയം അല്ലേ? അതേപോലെ ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജാണ് അല്ലേ? അതേപോലെ ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ എവിടുത്തെ പ്രവർത്തനമാണ്? എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? മലബാറിലാണ് അല്ലേ? അതേപോലെ ജസ്റ്റ് ഓർത്തിരിക്കുക, അവരാണ് എന്ത് സ്ഥാപിച്ചത്? കണ്ണൂരിലെ ബർണശ്ശേരി ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് കേട്ടോ. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ്. എന്താ പറയുന്നത്? ബോംബെ ഡെക്കാൻ മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കിയത് എന്നാ? ഏത് വർഷം?
1820 കേട്ടോ. 1820 വർഷം അറിഞ്ഞാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബോംബെ ഡെക്കൻ മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കരണം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1820. ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാ? റെഗുലേറ്റിംഗ് ആക്ട് 1773. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. അത് ഏത് വർഷം? ശരിക്കും ഇത് എന്താണ്? 1700 നമ്മൾ ശാസ്ത്ര ഭൂനികുതി വ്യവസ്ഥയൊക്കെ പറയുന്നില്ലേ, അതന്നെയാണ് സംഭവം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ ശാസ്ത്ര ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയാണ്? ബംഗാളിലാണ്. അപ്പോൾ ആ സമ്പ്രദായത്തിൻ്റെ പറയുന്നത് കേട്ടോ. ആ വർഷം ഏതാണ്? 1793. പിന്നെ സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അതെന്നാ? 1855. അപ്പോൾ നമുക്ക് സാന്താൾ കലാപം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഡി വരുന്നത് ഏതാണ്? 1773 മുമ്പാണ് എന്ത് വരിക? 1855 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ മുമ്പേണ് ഡി എന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഡിയുടെ മുമ്പേണ് ഈ ഓപ്ഷനും കട്ട് ചെയ്യാം. പിന്നെ എയും ബി ആണുള്ളത്. പിന്നെ എ കൊടുത്തിരിക്കുന്നത് എന്താണ്? 1820. അത് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. പിന്നെ 1773. പിന്നുള്ളത് ഏതാ? 1773 കഴിഞ്ഞ് 1793 ശാസ്ത്ര ഭൂനികുതി വ്യവസ്ഥയാണ്. അപ്പോൾ ഏകദേശം ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇങ്ങനെ വർഷം രണ്ടെണ്ണമൊക്കെ അറിയുള്ളെങ്കിൽ താഴത്തെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താം, ഒരു പരിധി വരെ എത്താം. അപ്പോൾ ഇവിടെ എന്താ ആൻസർ? ആൻസർ ബി ആണ് കേട്ടോ. ആൻസർ ബി ആണേ. കാരണം എന്താണ്? ബി ഫസ്റ്റ് ഏതാ നടന്നത്? ഫസ്റ്റ് നടന്നത് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കണം അല്ലേ? കാരണം നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ നമ്മൾ ഏകദേശം പഠിച്ചവർക്ക് അറിയണ്ടാവും. ഫസ്റ്റ് തന്നെ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്യുന്നത്? റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കിയതിനൊക്കെ ശേഷമാണ് പിന്നീടുള്ള സംഭവങ്ങളൊക്കെ. കാരണം അവരുടെ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണല്ലേ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്ന വർഷം 1773. പിന്നീട് എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. അതേതാ വർഷം? 1793 കേട്ടോ. 1793. പിന്നീട് നടക്കുന്നത് ബോംബെ ഡെക്കൻ മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കരണം നടപ്പിലാക്കുന്നു. അത് വർഷം ഏതാണ്? 1820. പിന്നെ ഏതാ? സാന്താളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു 1855. അപ്പോൾ ഇതിൽ നമുക്ക് റെഗുലേറ്റിംഗ് ആക്റ്റും പിന്നെ സാന്താളുകളുടെ കലാപമൊക്കെ നമുക്ക് മറ്റു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അത് രണ്ടൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ 2 പ്രസ്താവനകൾ കണ്ടെത്താനാണ് കേട്ടോ. ശരിയായത് കണ്ടെത്താനാണ്. ഏതാണ്? എന്താ പറയുന്നത്? 1892 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത്. അത് ശരിയാണോ? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഏതാണ്? 1892 കേട്ടോ. 1892 ഇത് തെറ്റായതാണ്. 1893 കേട്ടോ. 1893 ആര് എങ്ങോട്ട് പോയത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് കേട്ടോ. 1893. പിന്നെ എന്താ പറയുന്നത്? ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 29. അപ്പോൾ അതെന്താണ്? അത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. അത് ശരിയായ പ്രസ്താവനയാണ്. ബി ശരിയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഗാന്ധി തിരിച്ചെത്തിയെന്നാണ്. 1915 ജനുവരി 9 അദ്ദേഹം അങ്ങോട്ട് പോയത്. 1893 കേട്ടോ. 1893 അദ്ദേഹം അങ്ങോട്ട് പോയത്. തിരിച്ചെത്തിയതെന്നാണ് 1915 ജനുവരി 9 അടുത്ത ഓപ്ഷൻ. 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അതിനും എന്താണ്? തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം മാത്രമാണ്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചോ? വർഷം മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നത്? തിരിച്ചും മറിച്ചും. അതായത് ഒരു വർഷത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ കൊടുത്ത് കണ്ടോ. അപ്പോൾ മേലെ എന്താണ്? വർഷത്തിലാണ് അവർ ഫുള്ള് തെറ്റിച്ചിരുന്നത്. ഇതും എന്താണ്? വർഷത്തിലാട്ടോ തെറ്റിച്ചിട്ടുള്ളത്. 1915 ഏതാ വർഷം?
1916 കേട്ടോ. 1916 അതായത് 1916 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1916 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാല ഉദ്ഘാടന ചടങ്ങൊക്കെ ശരിയാണ്. ആദ്യമായിട്ട് ഗാന്ധിജി അതായത് അദ്ദേഹം തിരിച്ചു വന്നു. ഇവിടെ 1915 തിരിച്ചു വന്നു കേട്ടോ. അത് ശരിയാണേ, ഇത് ശരിയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. 1915 തിരിച്ചു വന്നു. 15 അദ്ദേഹം തിരിച്ചു വന്നത്. എന്നിട്ട് ആദ്യമായി പങ്കെടുത്ത പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ 1916 ബനാറസ് ഹിന്ദു സർവകലാശാല കേട്ടോ. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു. അത് ശരിയായതാണ് കേട്ടോ. അപ്പോൾ എന്താണ് പിന്നെ ബനാറസ് ഹിന്ദു സർവകലാശാല എന്നുള്ളതൊക്കെ ശരിയാണ്, വർഷം മാത്രമാണ് അവർ തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും തെറ്റാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ അതും എന്താണ്, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ബിയും ഡിയുമാണ് കേട്ടോ ശരി. ബിയും ഡിയും ആണ് ശരി. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗാന്ധിജിയെ കുറിച്ചാണല്ലേ പറഞ്ഞത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഏതാണ്? 1893 1893 അദ്ദേഹം പോയി. 1915 ജനുവരി 9 അദ്ദേഹം തിരിച്ചെത്തി. 1915 അദ്ദേഹം തിരിച്ചെത്തി. എന്നിട്ട് അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത് എന്ത് പരിപാടിയിലായിരുന്നു? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു. അതേതായിരുന്നു വർഷം? 1916 പിന്നീട് 16 കഴിഞ്ഞിട്ട് അദ്ദേഹം 17 എന്ത് നടത്തി? അദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയില്ലേ. അതെന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു. എന്ത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് കേട്ടോ. അപ്പോൾ ഇതും ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ആക്ച്വലി പിന്നെ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾക്കിതിൽ എന്താ നമുക്ക് ആവശ്യമുള്ളത് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1922 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 22 കേട്ടോ. എന്നാണ് വർഷം? 1921 കേട്ടോ. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. പിന്നീട് പറയുന്നത് 1935-36 കാലഘട്ടത്തിലാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. അത് ശരിയാണ്. 1935 എന്ത്? ടെക്സ്റ്റ് ബുക്കിലൊക്കെ 1935 എന്ന് തന്നെയാണ് പറയുന്നത്. മാവോയുടെ ലോങ് മാർച്ച് ഏതാണ്? 1935. പിന്നെ മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 എന്ന് പറയുന്നത് അത് തെറ്റാണ്. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് അല്ല ആയത്. എന്തായത്? പ്യൂപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായിട്ടോ. പ്യൂപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായത് എപ്പോഴാണ്? 1949 ഒക്ടോബർ 1 കേട്ടോ. 1949 ഒക്ടോബർ 1 എന്ത് സ്ഥാപിതമായത്? മാവോയുടെ നേതൃത്വത്തിൽ പ്യൂപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായത് 1949 ഒക്ടോബർ 1 കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. 1949 ഒക്ടോബർ 1 ആര് എന്ത് സ്ഥാപിച്ചത്? മാവോ സേതുങ് പ്യൂപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായത്. പിന്നെ മാവോ അന്തരിച്ച വർഷം 1975 അല്ല, അതും ഒരു വർഷം കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഏതാ വർഷം? 1976 കേട്ടോ. 1976 സെപ്റ്റംബർ 9 1976 അദ്ദേഹം മരിച്ചത്. അതപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921 കേട്ടോ. 1921 അതേപോലെ മാവോയുടെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് ഉണ്ടായത്. ആ വർഷം ഏതാണ്? 1935 തന്നെയാണ്. പിന്നീട് മാവോയുടെ നേതൃത്വത്തിൽ പ്യൂപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായ വർഷം ഏതാണ്? 1949 ഒക്ടോബർ 1 പിന്നീട് അദ്ദേഹം അന്തരിച്ചു. ഏത് വർഷം അന്തരിച്ചു? 1976 അദ്ദേഹം അന്തരിക്കുകയുണ്ടായില്ലേ. 1976 അദ്ദേഹം അന്തരിച്ചു. 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അതായത് ഊർജ്ജതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച 2025 നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ഏതൊക്കെ വ്യക്തികളാണ്? 3 വ്യക്തികളുണ്ട് അല്ലേ. അതിലേതാണ്? ഇതിലേതാ ആൻസർ? ജോൺ എം മാർട്ടിനസ് ആണ് കേട്ടോ. ജോൺ എം മാർട്ടിനസ് ആണ്. പിന്നെ ബാക്കി 2 വ്യക്തികൾ ആരൊക്കെയാണ്? ജോൺ ക്ലർക്കും മിഷേൽ ദേവോറൈറ്റും അല്ലേ. ജോൺ ക്ലർക്കും മിഷേൽ ദേവോറൈറ്റും ആണ്. എന്തിനാ കിട്ടിയത്? ക്വാണ്ടം മെക്കാനിക്സ് ടണലിങ്ങിന് അല്ലേ. ക്വാണ്ടം മെക്കാനിക്സ് ടണലിങ്ങിനാണ് ആർക്ക് കിട്ടിയത്? ഈ 3 വ്യക്തികൾക്ക്. ഏത് 3 വ്യക്തികൾ? ജോൺ എം മാർട്ടിനസിനും ജോൺ ക്ലർക്കിനും മിഷേൽ ദേവോറൈറ്റിനും അല്ലേ. അവർക്ക് എന്തിനായിരുന്നു? ക്വാണ്ടം മെക്കാനിക്സ് ടണലിങ്ങിനായിരുന്നു കേട്ടോ.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത. കേരളത്തിൽ കൂടെ കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? NH 966B അതുണ്ടോ? അത് കേരളത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് അല്ലേ. അതേപോലെ 866 അതും കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ്. 183A അതും എന്ത് ചെയ്യാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ്. അത് കടന്നു പോകാത്ത ഏതാണ്? ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻസർ ഡി ആണ്. അതായത് 130C എന്ന് പറയുന്നത് കേരളത്തിൽ കൂടെ കടന്നു പോകാത്തതാണ്. അപ്പോൾ ഏതൊക്കെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ ഏതൊക്കെയാണ്? 966B ഉണ്ട്, 866 ഉണ്ട്, 183A ഉണ്ട് അല്ലേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ്? 180 മീറ്റർ മുതൽ 600 അല്ലെങ്കിൽ 900 മീറ്റർ വരെയാണ് നദീ സമതലങ്ങളിൽ നിന്നും, അതായത് നദിയുടെ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ? 150 മീറ്റർ മുതൽ പിന്നെ എത്ര മീറ്റർ വരെ? ഒന്നുമില്ലെങ്കിൽ 600 അല്ലെങ്കിൽ 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര മീറ്ററാണ്? നദീ സമതലങ്ങളിൽ നിന്ന് 150 മീറ്റർ മുതൽ ഒന്നുമില്ലെങ്കിൽ 600 മീറ്റർ വരെ അല്ലെങ്കിൽ 900 മീറ്റർ വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡേഷ് എന്നറിയപ്പെടുന്നു. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ എന്തെന്ന് അറിയപ്പെടുന്നത്? നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത്രത്തോളം ഡീപ്പായിട്ട് ആവശ്യമില്ല, കോമൺ ആയിട്ടുള്ളതിന് അത്രത്തോളം ഡീപ്പായിട്ട് ആവശ്യമില്ല. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് നമുക്ക് നോക്കണ്ട കേട്ടോ. ഇതിന് ശരിക്ക് തടാകങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ ഇത്രത്തോളം ഇത് കുറച്ച് ഡീപ്പിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വന്നാലോ? 1 മുതൽ 10 വരെ ഇതുവരെ നോക്കിയതൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് വരാം. അപ്പോൾ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാ വർഷമാണ്? 1498 മെയ് 20-ാം തീയതിയാണല്ലേ. അതേപോലെ പോർച്ചുഗീസുകാർ കുഞ്ഞാലി 4-ാമനെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1600-ലാണ്. അതേപോലെ 1604-ലാണ് ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത് അല്ലേ. കോഴിക്കോട് ഡച്ചുകാർ എത്തിയ വർഷം ഏതാണ്? 1604-ലാണ്. അതേപോലെ ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിച്ച യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം അല്ലേ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം ആരുമായി നടന്നതാണ്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് അല്ലേ. പിന്നെ എന്താ രണ്ടാമത്തെ എന്താ പറയുന്നത്? മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥാണ് അല്ലേ. അതേപോലെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ മലയാള പത്രങ്ങളാണ് ഇതൊക്കെ? രാജ്യസമാചാരം, പശ്ചിമോദയം, അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി. പിന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി കൂടുതൽ എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. ചർച്ച് മിഷൻ സൊസൈറ്റി കൂടുതലായിട്ട് പ്രവർത്തിച്ചത് കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താണ് ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? CMS കോളേജാണ് അല്ലേ. പിന്നെന്താ? ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷന് കൂടുതൽ പ്രവർത്തിച്ച മേഖല ഏതാണ്? മലബാറാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? കണ്ണൂരിലെ ഭരണശ്ശേരിയിലാണ് എന്ത് സ്ഥാപിച്ച? ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത്. പിന്നെന്താണ്? ബോംബെ ഡെക്കാൻ മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കിയത് എന്നാണ്? 1820-ലാണ് അല്ലേ. അതേപോലെ ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 1773-ലാണ്. അതേപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1793-ലാണ് കേട്ടോ. 1793-ലാണ്. അതേപോലെ സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണ്? 1855-ലാണ് കേട്ടോ. 1855-ലാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ച വർഷം ഏതാണ്? 1893-ൽ അദ്ദേഹം പോയി. തിരിച്ചെത്തിയത് 1915 ജനുവരി 9-ാം തീയതി അദ്ദേഹം തിരിച്ചെത്തിയിട്ട് അദ്ദേഹം ആദ്യമായി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് ഏതായിരുന്നു? ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അത് നടന്ന വർഷം 1916-ലാണ്. പിന്നീട് അദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതേതാ വർഷം? 1917-ലാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം ഏതാണ്? 1921-ലാണ് കേട്ടോ. 1921-ലാണ്. പിന്നീട് മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തിയ വർഷം 1935-ലാണ്. അതേപോലെ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായ വർഷം 1949 ഒക്ടോബർ 1-ാം തീയതി മാവോ സേതുങ്ങാണ് സ്ഥാപിച്ചത്. പിന്നീട് മാവോ സേതുങ് അന്തരിച്ച വർഷം 1976-ലാണ്.
പിന്നെ പറഞ്ഞിരിക്കുന്നത് ഊർജ്ജതന്ത്രത്തിന്, അതായത് ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? ജോൺ എം മാർട്ടിനസ് ആണ്. കൂടെ വേറെ 2 വ്യക്തികളുണ്ട്. ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക് ഉണ്ട്, മിഷേൽ ദെവോറൈറ്റ് ഉണ്ട് അല്ലേ. ജോൺ ക്ലാർക്ക്, മിഷേൽ ദെവോറൈറ്റ് ഉണ്ട്. അവർക്ക് എന്തിന് കിട്ടിയതാണ്? ക്വാണ്ടം മെക്കാനിക്സ് ടണലിങ്ങിന് കിട്ടിയതാണ് കേട്ടോ. ക്വാണ്ടം മെക്കാനിക്സ് ടണലിങ്ങിനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് എന്താ പറയുന്നത്? കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാതകൾ ഏതൊക്കെയാണ്? 966 ബി പോകുന്നുണ്ട്, 183 എ പോകുന്നുണ്ട്, 866 കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേകളാണ് അല്ലേ. പിന്നെ ഉപദ്വീപീയ പീഠഭൂമികളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമികൾ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് നദീ സമുദ്രങ്ങളിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലാണ്? 150 മുതൽ 600 അല്ലെങ്കിൽ 900 മീറ്റർ അകലത്തിലാണ്. പിന്നെ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ, ചെറിയ കുഞ്ഞു നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ എന്താ അറിയപ്പെടുന്നത്? നീർത്തടങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. നീർത്തടങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ വിടുന്നുണ്ട് കേട്ടോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ എന്ത് പറയുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവും കൂടി വരുന്ന അവസ്ഥയെ എന്ത് പറയുന്നു? താപവിപരീയമാണ് കേട്ടോ. താപവിപരീയം എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ, താപവിപരീയം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ എന്താ ചെയ്യാറ്? ഉയരം കൂടും തോറും താപനില കുറയുക ചെയ്യുക അല്ലേ. ഉയരം കൂടും തോറും എന്താ ചെയ്യുക? താപനില കുറഞ്ഞിട്ടാണ് വരിക. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണ്. അതായത് ഉയരം കൂടും തോറും താപനിലയും കൂടുന്നു, ഉയരം കൂടും തോറും താപനിലയും കൂടുന്നു. അതാണ് താപവിപരീയം എന്ന് പറയുന്നത്. അതായത് വിപരീതമായിട്ട് സംഭവിക്കുക. സാധാരണ ഉയരം കൂടുമ്പോൾ താപനില കുറയുക ചെയ്യുക. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റായി സംഭവിക്കുകയാണ്. ഉയരം കൂടും തോറും എന്ത് ചെയ്യാണ്? താപനിലയും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് താപവിപരീയം എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദശവർഷ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാ? നമുക്ക് അറിയുന്നത് നോക്കാം അല്ലേ. ഗാന്ധിയൻ പ്ലാൻ ആരുമായി ബന്ധപ്പെട്ടതാ? ഗാന്ധിയൻ പ്ലാൻ ആരുമായി ബന്ധപ്പെട്ട? എസ്.എൻ. അഗർവാൾ അല്ലേ. എസ്.എൻ. നാരായണ അഗർവാൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എസ്.എൻ. അഗർവാളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. അതേപോലെ ദേശീയ ആസൂത്രണ കമ്മിറ്റി ആരുമായി ബന്ധപ്പെട്ടതാ? ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതേപോലെ ബോംബെ പ്ലാൻ ആരുമായി ബന്ധപ്പെട്ടതാ? ബോംബെ പ്ലാൻ ജെ.ആർ.ഡി. ടാറ്റയുമായി ബന്ധപ്പെട്ട അല്ലേ. ജെ.ആർ.ഡി. ടാറ്റയുമായി ബന്ധപ്പെട്ടതാണ്. അത് ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യവസായികളൊക്കെ കൂടിയിട്ട് നടപ്പിലാക്കിയ ഒരു സംഭവമാണ് എന്ത്? ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യവസായിയാണല്ലോ. അപ്പോൾ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ജെ.ആർ.ഡി. ടാറ്റയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ 4 ബി ആണെന്നറിയാം. 4 ബി അല്ലാത്ത ഓപ്ഷനെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. ഇതും കട്ട് ചെയ്യാം. പിന്നെ 3 എ ആണ്. 3 എന്താണ്? ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ല സോറി 3 ഏതാ? ദേശീയ ആസൂത്രണ കമ്മിറ്റി ആരുമായി ബന്ധപ്പെട്ടതാ? ജവഹർലാൽ നെഹ്റു ആണ്. സി ആണ് ഓപ്ഷൻ വരിക അല്ലേ. സി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആൻസർ എന്ന് കിട്ടും. അപ്പോൾ ദശവർഷ പദ്ധതി അപ്പോൾ നമുക്ക് കിട്ടിയ ആരാണ്? ദശവർഷ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? എം വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എം വിശ്വേശ്വര അയ്യയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ദശവർഷ പദ്ധതി. ഗാന്ധിയൻ പ്ലാൻ ആരുടെ പ്ലാനാണ്? എസ്.എൻ. അഗർവാളിൻ്റെ പ്ലാനാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി ആരുമായി ബന്ധപ്പെട്ടത്? ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ജെ.ആർ.ഡി. ടാറ്റയുമായി ബന്ധപ്പെട്ടതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. കാരജാസ് കോമൺ ആയിട്ട് നമ്മളങ്ങനെ കേൾക്കാത്തൊരു സംഭവമാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യത്താണ്? ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലാണ്. ഈ ഇരുമ്പ് ഖനിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ചോദിച്ചാൽ എന്താണ്? ഇരുമ്പ് വ്യവസായമാണല്ലേ. ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഇരുമ്പ് വ്യവസായമാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കുക. കാരജാസ് ഇരുമ്പ് ഖനി എവിടെയാണ്? ബ്രസീലിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി എന്താ? 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പേര് കണ്ടെത്താനാണ് കേട്ടോ. 1982 നിലവിൽ വന്നു. കാർഷിക മേഖല വികസനം, ഗ്രാമീണ മേഖല വികസനം എന്നിവയാണ് എന്ത്? ലക്ഷ്യങ്ങൾ അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഓടിയിട്ടുണ്ടാവും. എന്താണ്? നബാർഡായിരിക്കും അല്ലേ. കൃഷിക്കൊക്കെ വേണ്ടിയുള്ള ബാങ്ക് ഏതാണ്? നബാർഡാണ് അല്ലേ. ഏതാണ്? നബാർഡാണ്. പിന്നെന്താ? ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനമാണ് എന്ത്? നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് വന്ന വർഷം ഏതാണ്? 1982 എന്തിൻ്റെ ലക്ഷ്യം? കാർഷിക മേഖല വികസനമാണ്, ഗ്രാമീണ മേഖല വികസനമാണ്. പിന്നെന്താ? ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനം എന്നൊക്കെ അറിയപ്പെടുന്നത് നബാർഡാണ് അല്ലേ.
16ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന. അതായത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. അത് ശരിയാണോ? ശരിയാണല്ലേ. ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത ആർക്കാണ്? ധനികരായ കർഷകർക്കാണ്. അതേപോലെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് എന്താണ്? കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. അതും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. പിന്നെ ഗവൺമെൻറ്റിന് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിന് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ എന്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു? ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അതായത് കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഭക്ഷ്യധാന്യമൊക്കെ എത്തിക്കാൻ എന്തിലൂടെ കഴിഞ്ഞു? ഹരിത വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഇവയൊന്നും അല്ല എന്നുള്ളത്. അതായത് യോജിക്കാതല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം യോജിക്കുന്ന പ്രസ്താവനകളാണല്ലോ. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ആർക്കാണ്? ധനികർക്കാണ്. അതേപോലെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്കൊക്കെ എന്താണ്? കീടാക്രമണ സാധ്യത കൂടുതലാണ്. അതേപോലെ പാവങ്ങൾക്ക് എന്ത് ചെയ്തു? പൊതുവിതരണ സമ്പ്രദായത്തിലുള്ള കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ എത്തിക്കാൻ ഹരിത വിപ്ലവത്തിലൂടെ സാധിച്ചു. 17ാമത്തെ ക്വസ്റ്റ്യൻ, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. അത് ശരിയാണോ? ശരിയായ പ്രസ്താവനകളെ. വിദേശ നിക്ഷേപകർക്കൊക്കെ എന്ത് ചെയ്യാം? ഇന്ത്യയിൽ വന്നിട്ട് നിക്ഷേപം നടത്താം എന്നുള്ള സംവിധാനം ആക്കി. എന്തിലൂടെ? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ. അടുത്ത എന്താ പറയുന്നത്? അപകടകരമായ വസ്തുതകൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. അതായത് ലൈസൻസിലുള്ള നടപടിക്രമങ്ങളൊക്കെ, ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങളൊക്കെ നിർത്തലാക്കി. എന്ത് ചെയ്തു? അപകടകരമായ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് എന്തുണ്ട്? ലൈസൻസ് ഉണ്ട്. ബാക്കിയുള്ള ഇതിനൊക്കെ എന്താക്കി? ലൈസൻസ് നടപടിക്രമങ്ങളൊക്കെ നിർത്തലാക്കി എന്ന് പറയുന്നു. പിന്നെ എന്താ പറയുന്നത്? അപ്പോൾ അതും ശരിയാണ് കേട്ടോ. പിന്നെ പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു. പിന്നെ പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളൊക്കെ എന്ത് ചെയ്തു? കുറച്ചു. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളൊക്കെ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് അത് കുറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ പ്രസ്താവനയും ശരിയാണല്ലേ. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. പിന്നെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങളൊക്കെ നിർത്തലാക്കി. പിന്നെ പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളൊക്കെ എന്ത് ചെയ്തു? കുറച്ചു. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതി അതായത് GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഏത് സ്ലാബുകളാ? 12% 28% കേട്ടോ. 12% 28% എന്താക്കി? ഒഴിവാക്കപ്പെട്ടു അല്ലേ. ഒഴിവാക്കപ്പെട്ടു. 12% 28% GST സ്ലാബുകൾ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ പുതിയ സ്ലാബുകൾ ഏതൊക്കെയാണ്? എത്ര സ്ലാബ് ഉണ്ട്? ആദ്യം നമുക്ക് 4 ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര എണ്ണേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ കേട്ടോ. 5% ഉണ്ട്, 18% ഉണ്ട്, ഒന്ന് 28% ഉണ്ട്. പണ്ട് ഉണ്ടായിരുന്നത് 5 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, 18 5%, 18%, 40% കേട്ടോ. 40%. പണ്ട് ഉണ്ടായിരുന്നത് 5%, 12%, 18%, 28% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എന്ത് ചെയ്തു? ഈ 12%-നെയും 28%-നെയും അങ്ങോട്ട് മാറ്റി ഒഴിവാക്കി. എന്നിട്ട് 5%, 5%, 18%, 18%, പിന്നീട് 40% കൂടി എന്ത് ചെയ്തു? പുതിയ സ്ലാബായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഉള്ളത് ഇത്ര എണ്ണം കേട്ടോ. 5%, 18%, 40%. അപ്പോൾ ഒഴിവാക്കിയത് ഏതൊക്കെയാണ്? 12%, ഒഴിവാക്കിയത് 12%, 28%. ഇനി എന്താ? 19ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത്? ഏത് വിഷയമാണ്? പ്രായപൂർത്തി വോട്ടവകാശം കേട്ടോ. പ്രായപൂർത്തി വോട്ടവകാശമാണ് എന്ത് ആക്കിയത്? അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസ്സാക്കിയ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശമാണ് കേട്ടോ. പ്രായപൂർത്തി വോട്ടവകാശമാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണ്? ഏത് പദങ്ങളൊക്കെ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത അല്ലേ. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡ എന്നീ വാക്കുകളാണ് എവിടെ കൂട്ടിച്ചേർത്തത്? 1976 42ാം ഭേദഗതി പ്രകാരം നമ്മുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത.
അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം ഒരു LD ലെവൽ എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ അല്ലേ അല്ലെങ്കിൽ +2-ൻ്റെ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിലോ, ഇതിലുണ്ട് കേട്ടോ. വേണ്ടാത്ത കുറച്ച് സയൻസിൻ്റെ ഒക്കെ കടികട്ടി ക്വസ്റ്റ്യൻസ് കൊണ്ടാകുന്നൊക്കെ നമുക്ക് ഒഴിവാക്കാം. കാരണം അത്രത്തോളമൊന്നും ആവശ്യമില്ല, അത് ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും റിവൈസ് ചെയ്യാം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? അതായത് സാധാരണ നിലയിൽ എന്താണ്, ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ താപനില എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യാറ്. പക്ഷേ ഇത് ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ താപനിലയും കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ ഒരു വിപരീത പ്രതിഭാസത്തെ എന്ത് പറയുന്നു? താപ വിപരീയം എന്ന് പറയുന്നു. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് വിപരീയം, വിപരീതം, വിപരീയം. പിന്നെ എന്താണ് ദശവർഷ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ടതാണ് ദശവർഷ പദ്ധതി എന്ന് പറയുന്നത്. അതേപോലെ ഗാന്ധിയൻ പ്ലാൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? SN അഗർവാളുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് JRD ടാറ്റയുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഖനിയാണ് കാരജാസ് എന്ന് പറയുന്നത്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ അതേപോലെ ഒരു നബാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നബാർഡ് വന്ന വർഷം ഏതാണ്? 1982-ലായിരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, അതേപോലെ ഗ്രാമീണ വായ്പകളുടെ ഒരു ഉന്നത സ്ഥാപനമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഏതാണ്? 1982 വന്ന നബാർഡാണ്. പിന്നെ അതുപോലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. അത് ശരിയാണല്ലേ. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് എന്ത് ആക്രമണം കൂടുതലാണ്? കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. അതേപോലെ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്കൊക്കെ എന്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു? പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഭക്ഷ്യധാന്യം അവർക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പറയുന്നുണ്ട്. അതായത് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ലൈസൻസ് നടപടിക്രമങ്ങളൊക്കെ നിർത്തലാക്കി, ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങളൊക്കെ നിർത്തലാക്കി. അപകടകരമായ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ലൈസൻസ് ഉണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഇറക്കുമതി ലൈസൻസ് നിർത്തലാക്കിയെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളൊക്കെ എന്ത് ചെയ്തു? കുറച്ചു. പിന്നെ GST സ്ലാബുകൾ എന്ന് പറയുന്നത് 5%, 18%, 40%. പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 4%-ൽ നിന്ന് 2 എണ്ണം കുറച്ചു. ഏതൊക്കെയാണ്? 18%, 28%, പിന്നെ എടുത്ത് കളഞ്ഞിട്ട് 40% കൂട്ടിച്ചേർത്തു. അതായത് ഇപ്പോൾ ഉള്ളത് 5%, 18%, 40%. അതേപോലെ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് പിന്നെ ഐക്യകണ്ഠേന പാസ്സാക്കിയൊരു വിഷയമാണ്. അതായത് ഭരണഘടനാ അസംബ്ലി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഐക്യകണ്ഠേന പാസ്സാക്കിയ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ പ്രായപൂർത്തി വോട്ടവകാശമാണ്. അതേപോലെ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഏത് ഭേദഗതി പ്രകാരം? 42-ാം ഭേദഗതി പ്രകാരം. ഏത് വർഷം? 1976-ൽ. 21-ാമത്തെ ക്വസ്റ്റ്യൻ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കേട്ടോ. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ല എന്ന് പ്രസ്താവിച്ചു. അതെന്താണ്? ശരിയാണോ? കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സ്വത്തവകാശം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ല എന്ന് പ്രസ്താവിച്ചു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. കേശവാനന്ദ ഭാരതി കേസ് ഏത് വർഷമാണ് നടന്നത്? 1973 കേട്ടോ. 1973 പിന്നീട് എന്താ പറയുന്നത്? 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. കാരണം എന്താണ്? 42-ാം ഭേദഗതി അല്ല, 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. പിന്നെന്താ പറയുന്നത്? സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാകുന്നു. അത് ശരിയാണ്. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത്. സ്വത്തവകാശം ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് പെടുന്നത്? 300A കേട്ടോ. 300 ആർട്ടിക്കിൾ 300A സ്വത്തവകാശം എന്നുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാ ചോദിച്ചാൽ സ്വത്തവകാശത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ആണ്. അപ്പോൾ ഏതാണ് തെറ്റായ പ്രസ്താവന? ഇതാണ് കേട്ടോ. ഇതാണ് തെറ്റായ പ്രസ്താവന. ആൻസർ B ആണ്. അപ്പോൾ 42 അല്ല, 44. പിന്നെന്താ? താഴെ പറയുന്നതിൽ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധമില്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബന്ധമുള്ളത്? ത്രിതല സംവിധാനം ബന്ധമുള്ളതാണോ? പഞ്ചായത്ത് രാജ് ബന്ധമുള്ളതാണ് അല്ലേ. 3 സമ്പ്രദായം, ബ്ലോക്ക്, ജില്ല, പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് ത്രിതല സംവിധാനം ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ അത് പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 33% വനിതാ സംവരണം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ ഇതിൽ തെറ്റായത് ഡി ആണ് കേട്ടോ. അപ്പോൾ ത്രിതല സംവിധാനം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം രൂപീകൃതമാകാൻ കാരണം പഞ്ചായത്ത് രാജ് നിയമമാണ് കേട്ടോ. 33% വനിതാ സംവരണം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ ജോഡി അല്ലേ? ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഏതൊക്കെയാണ് ശരിയായ ജോഡി? ഈ സമവർത്തി പട്ടിക എന്ന് പറഞ്ഞാൽ എന്താ? സമവർത്തി പട്ടിക കൺകറൻറ്റ് ലിസ്റ്റിനെ പറയുന്നത് കേട്ടോ. കൺകറൻറ്റ് ലിസ്റ്റിനെ പറയുന്നതാണ്. അപ്പോൾ ഇതിലേതാ ശരി? കേന്ദ്ര പട്ടികയിലാണോ? പ്രതിരോധം, പോലീസൊക്കെ സ്റ്റേറ്റിൽ പെടുന്നതാണ് അല്ലേ? അതായത് സംസ്ഥാന പട്ടികയിൽ പെടണം. അപ്പോൾ ഈ ഫസ്റ്റത്തെ എന്തായാലും അല്ല. പിന്നെ സംസ്ഥാന പട്ടിക അതിൽ ദേശീയ പതാകകളൊക്കെ വരുമോ? അത് കേന്ദ്രത്തിൽ പെടുന്നതാണല്ലേ? കേന്ദ്രത്തിൽ പെടണം. അപ്പോൾ ഇതും തെറ്റാണ്. സമവർത്തി പട്ടിക പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റാണ്. അപ്പോൾ അതിൽ പെടുന്നത് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ. അപ്പോൾ അത് ശരിയാണ് കേട്ടോ. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനിലൊക്കെ എന്തിൽ പെടുന്നതാണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. പിന്നെ അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? സൈബർ നിയമങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ സൈബർ നിയമങ്ങൾ എന്താണ്? അവശിഷ്ടാധികാരമാണ്. അപ്പോൾ ഇതിലേതാ തെറ്റ്? അല്ല, ഇതിലേതാ ശരി? ആൻസർ സി ആണല്ലേ. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. പിന്നെ എന്താ പറയുന്നത്? സിറ്റിസൺഷിപ്പ് 24ാമത്തെ ക്വസ്റ്റ്യൻ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആരാ? TH മാർഷലാണ് കേട്ടോ. TH മാർഷലാണേ. ഇങ്ങനെ എല്ലാണ്ടും കേട്ടിട്ടില്ല. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? TH മാർഷലാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? രാജ്യസഭ എന്താണ്? സ്ഥിരം സഭയാകുന്നു. അത് ശരിയാണോ? ശരിയാണ്. രാജ്യസഭ എന്താണ്? സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്തെന്ന് അറിയപ്പെടുന്നു? ഉപരിസഭ എന്നും അറിയപ്പെടുന്നു. അതും ശരിയാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാകുന്നു. 5 വർഷമാണോ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി? അത് തെറ്റാണ് അല്ലേ? രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ്. പക്ഷേ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ് കേട്ടോ. പിന്നെന്താണ്? രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇതും ശരിയാണ് കേട്ടോ. ഇതും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഏതാണ്? സി ആണ് അല്ലേ? അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 106ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാ? സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലേ? എന്താണ്? ലോകസഭയിലും ആൻസർ ബി ആണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 1/3 സീറ്റ് സംവരണം. അതാണ് ഇന്ത്യ 2023 106ാമത് ഭരണഘടനാ ഭേദഗതി. 106ാമത് ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 2023 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് കേട്ടോ. 1/3 സീറ്റ് സംവരണം എന്നതാണ് എന്ത്? ഈ ഭേദഗതി എന്ന് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ശരിയാണോ? ശരിയാണല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭ തന്നെയാണ് എന്ത് നിർമ്മിച്ചത്? ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാണ്. പിന്നെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതെന്താണ്? ശരിയാണല്ലേ? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്കൊക്കെ വന്നിട്ട് അവിടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചൊക്കെയാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പിന്നെ എന്താ പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചത്. ആണോ? അല്ല. അപ്പോൾ എന്താണ്? ഇത് തെറ്റാണ് കേട്ടോ. പിന്നെ ഏതാ ശരി? ബി ആണ് ശരി കേട്ടോ. 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ഇനി എന്താ? 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA. ഇപ്പോൾ നമ്മുടെ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നുണ്ടാവും അല്ലേ? ഇത്ര സമയത്തിനുള്ള ഇത്ര 3 മണിക്കൂറിനുള്ളിൽ ഇത്രയും ജില്ലകളിൽ മഴ പെയ്യുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ ആരാ വിടുന്നത്? ഈ KSDMA. അതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാകും KSDMA എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാകും. അതാരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് വരുന്നതാണത്. അപ്പോൾ അതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ശരിയാണ്. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് ശരിയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2005 നിലയിൽ വന്നത്? 2007 മെയ് 4 കേട്ടോ. 2007
മെയ് 4-ാം തീയതിയാണ് എന്ത് വന്നത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലയിൽ വന്നു കേട്ടോ. 2007 മെയ് 4-ാം തീയതിയാണ്. റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ. അത് ശരിയാണോ? ഇത് തെറ്റാണ്. റവന്യൂ മന്ത്രിയാണോ ചെയർമാൻ? അതും തെറ്റാണ് അല്ലേ? അതും തെറ്റാണ്. കാരണം എന്താണ്? ചെയർമാൻ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി ഡി സതീശനാണ്. അപ്പോൾ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വൈസ് ചെയർമാൻ ആരായിരിക്കും? റവന്യൂ മന്ത്രി ആയിരിക്കും കേട്ടോ. അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാന് റവന്യൂ മന്ത്രി ആയിരിക്കും. ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാ? നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ LGSൻ്റെ ആണോ തോന്നുന്നു, ഇപ്പോൾ അടുത്ത് നടന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഏതാണ്? AP അനിൽകുമാറാണ് കേട്ടോ. AP അനിൽകുമാറാണ് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് എന്ത് പിന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? KSDMA എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് ശരിയാണോ? അത് ശരിയാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 4ഉമാണ് ശരി. അപ്പോൾ ആൻസർ C ആണ്. ആൻസർ ഏതാണ്? C ആണ്. അപ്പോൾ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നിലവിൽ വന്നത് 2007 മെയ് 4-ാം തീയതിയാണ്. 2007 മെയ് 4-ാം തീയതി ഈ നമ്മുടെ കേരളത്തിൽ വന്നു. അതിന് കാരണമായത് എന്താണെന്നറിയോ? 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് നമ്മുടെ 2007 മെയ് 4-ന് വന്നത്. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് 2007 മെയ് 4-ാം തീയതി നമ്മുടെ കേരളത്തിൽ KSDMA വന്നത് കേട്ടോ. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതേപോലെ പിന്നെ റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് വൈസ് ചെയർമാനാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് KSDMA എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? 29ാമത്തെ ക്വസ്റ്റ്യൻ. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 40% കേട്ടോ. സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 40%. അതായത് പണ്ട് കുറച്ചും കൂടി കൂടുതൽ എന്തുണ്ടായിരുന്നു? കേന്ദ്രം വഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ കുറച്ചും കൂടി സംസ്ഥാനത്തിന് കുറച്ചുകൂടി വിഹിതം കൂട്ടിക്കൊടുത്തു. അപ്പോൾ എത്രയാണ്? 40% സംസ്ഥാനം വഹിക്കും, 60% ആര് വഹിക്കും? കേന്ദ്രം വഹിക്കും അല്ലേ? 40% ആര് വഹിക്കണം? സംസ്ഥാനം വഹിക്കണം അല്ലേ? അപ്പോൾ ഈ ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചോ. 2025 അപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷൻ വന്നത് എന്നാണ്? 2025. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഒന്നുകൂടി നോക്കി വെച്ചോ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിക മിഷനാണ്. അതിൻ്റെ സംസ്ഥാന വിഹിതം 40ഉം കേന്ദ്ര വിഹിതം എത്രയാണ്? 60%. 30ാമത്തെ ക്വസ്റ്റ്യൻ. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാ? കിൻഫ്ര കേട്ടോ. കിൻഫ്രയാണ്. കൊച്ചിന്ന് ബാംഗ്ലൂരിൻ്റെ വ്യവസായിക ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ്. ഏതാണ്? കിൻഫ്ര കേട്ടോ. കിൻഫ്ര. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്? കേശവാനന്ദ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം എന്താക്കി? അടിസ്ഥാന ഘടന അല്ല എന്ന് പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസിൽ സ്വത്തവകാശം അടിസ്ഥാന ഘടന അല്ല എന്ന് പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസ് ഏതാണ്? 1973. അതേപോലെ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പാർലമെൻറ്റ് എന്ത് ഇല്ലാതാക്കി നീക്കം ചെയ്തത്? സ്വത്തവകാശത്തെ നീക്കം ചെയ്തത്. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമപരമായ ഒരു അവകാശമാണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശം എന്ന് പറയുന്നത് ഉൾപ്പെടുന്നത്. അതേപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? ത്രിതല പഞ്ചായത്ത് സംവിധാനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് പഞ്ചായത്ത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 33% വനിതാ സംവരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെന്താ പറയുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയനൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്ന അതിൽ എന്തിൽ ഉൾപ്പെടുന്നതാണ്? സൈബർ നിയമങ്ങളൊക്കെ അവശിഷ്ടാധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ.
പിന്നെ സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? TH മാർഷലാണ് കേട്ടോ. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? TH മാർഷലാണ്. അതേപോലെ രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു ഉപരിസഭയാണ് അല്ലേ. രാജ്യസഭ ഒരു സ്ഥിരം സഭയുമാണ്, ഒരു ഉപരിസഭയുമാണ്. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ 2023 106 ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു സ്ത്രീകളുടെ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതായത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 3/1 കേട്ടോ, 3/1 സീറ്റ് സംവരണമാണ്. എത്രാമത്തെ ഭേദഗതി പ്രകാരം? 106 ഭേദഗതി പ്രകാരം. വർഷം ഏതാണ്? 2023. പിന്നെ എന്താ പറയുന്നത്? ഭരണഘടന നിർമ്മിച്ചത് ആരാണ്? ഭരണഘടന നിർമ്മാണ സഭയാണല്ലേ. ആരുടെ പദ്ധതി പ്രകാരമാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം അല്ലേ. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ്. പിന്നെന്താണ്? KSDMA കുറിച്ച് പറയുന്നു. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. പിന്നെ നിലവിൽ വന്നത് 2007 മെയ് 4 കേട്ടോ. 2007 മെയ് 4 നിലവിൽ വന്നു. അതിൻ്റെ KSDMAയുടെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ മന്ത്രിയാണ്. ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് AP അനിൽകുമാറാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശനാണ്. പിന്നെ KSDMA എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ നമ്മൾ 2025 വന്നൊരു സംഭവമാണ് ഇത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാൻ ആൻഡ് അതിജീവിക മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സംസ്ഥാന വിഹിതം എത്രയാണ്? കേന്ദ്ര വിഹിതം എത്രയാണ്? കേന്ദ്രം വഹിക്കുന്ന എത്രയാണ്? 60%. സംസ്ഥാനം വഹിക്കുന്നത് 40%. പിന്നെ അതേപോലെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായി ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരള സർക്കാരിൻ്റെ ഒരു നോഡൽ ഏജൻസി ഉണ്ട്. ആ നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്ര എന്ന് പറയുന്നതാണ് കേട്ടോ. കിൻഫ്ര പാർക്ക് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കിൻഫ്ര കേട്ടോ. കിൻഫ്രയാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വിജയ കിഷോർ റഹത്താറാണ് കേട്ടോ. വിജയ് കിഷോർ റഹത്താറാണ്. റഹത്കറാണ്. എന്ത്? ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വിജയ് കിഷോർ റഹത്കറാണ്. പിന്നെ എന്താ 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ജൈവവൈവിധ്യ നാശത്തിൻ്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കാനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജൈവവൈവിധ്യ നാശം. ജൈവവൈവിധ്യത്തിൻ്റെ നാശത്തിന് കാരണമായത് തിന്മയുടെ ചതുഷ്കോണം. എന്തൊക്കെ തിന്മകൾ കാരണമാണ്, എന്തൊക്കെ നാശം കാരണമാണ്, തിന്മകൾ കാരണമാണ് ജൈവവൈവിധ്യത്തിന് നാശം സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അതിനെന്തൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ്? ആൻസർ C ആണ് കേട്ടോ. ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം കാരണം, അന്യദേശ ജീവികളുടെ അധിനിവേശം കാരണം, സഹവംശനാശം കാരണം. ആവാസനാശവും വിഭജനവും കാരണം, അമിത ചൂഷണം കാരണം, അന്യദേശ ജീവികളുടെ അധിനിവേശം കാരണം, സഹവംശനാശം കാരണം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. ഇത് ആവാസനാശവും വിഭജനവും കാരണം, അമിത ചൂഷണം കാരണമുണ്ട്, അന്യദേശ ജീവികളുടെ അധിനിവേശം കാരണം, സഹവംശനാശം കാരണമൊക്കെ എന്ത് ജൈവസമ്പത്തിന് കോട്ടം സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ ഏകദേശം കിട്ടാവുന്നത് തന്നെ ഉള്ളൂ. പിന്നെന്താ? സ്വയം പ്രതിരോധ രോഗമാണ് ഇത്. സ്വയം പ്രതിരോധ രോഗമാണ് ഇത്. സ്വയം പ്രതിരോധ രോഗം D ആണ് കേട്ടോ ആൻസർ. മയോസ്തീനിയ ഗ്രേവീസ് നമ്മൾ അധികം കേട്ടിട്ടില്ല അല്ലേ. നമ്മൾ മറ്റേ എന്താ വാദമൊക്കെ സ്വയം പ്രതിരോധത്തിന് ഉദാഹരണം ഏതാ വെച്ചാൽ വാദപ്പനിയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത് അത് ഒരു ചോദ്യമാണ് കേട്ടോ. വാദം എന്ന് പറയുന്നത് ഇത് സ്വയം പ്രതിരോധ രോഗം എന്താണ്? മയോസ്തീനിയ ഗ്രേവീസ് ആണ്. മയോസ്തീനിയ ഗ്രേവീസ് ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യനൊന്നും നമുക്ക് അത്രത്തോളം ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? ഇത് PSC ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ. ഡിലീറ്റ് ആണ്. നമുക്ക് നല്ല ഇതിൻ്റെ ആൻസർ നോക്കി നോക്കാം. സ്വതന്ത്രമായി എന്ന് ഉള്ളത് കൊണ്ട് ഏതാ വരാൻ ചാൻസ്? അസറ്റോബാക്ടർ ആണ് കേട്ടോ. അസറ്റോബാക്ടർ ആണ്. റൈസോബിയ ഒക്കെ ബാക്ടീരിയ തന്നെയാണ്. പിന്നെ പക്ഷേ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റോബാക്ടർ ആണ്. സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? അസറ്റോബാക്ടർ ആണ്. അടുത്ത എന്താ? സൂര്യനിലെ ഊഷ്മ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? സൂര്യനിലെ ഊഷ്മ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ് കേട്ടോ. പൈറോമീറ്റർ ആണ്. ഇനി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഇതേപോലെ കോഴ്സ് എന്നതിനൊക്കെ ചിലപ്പോൾ എത്രത്തോളം ഡീപ്പുള്ള സയൻസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചൊരു
LDC ലെവൽ, LGS ലെവൽ, 10th ലെവലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രത്തോളം ആവശ്യമില്ല. അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയത്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഏതാ? ഗ്രാവിറ്റേഷൻ വേവ്സ് ആണ് കേട്ടോ. ഗ്രാവിറ്റേഷൻ വേവ്സ് ആണ് ഭൗതികശാസ്ത്ര, അതായത് ഫിസിക്സിലെ കണ്ടുപിടുത്തമാണ് എന്ത്? ഗ്രാവിറ്റേഷൻ വേവ്സ് എന്ന് പറയുന്നത്. അതാണ് കുറച്ചധികം ശ്രദ്ധ നേടിയതെന്ന് പറയുന്നു. പിന്നെന്താ? താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തന ഉദാഹരണം ഏതാ? മെഴുക് കത്തുന്നത് രാസപ്രവർത്തനമാണോ? ആണല്ലേ, രാസപ്രവർത്തനമാണ്. മെഴുക് കത്തുന്നത് രാസപ്രവർത്തനമാണ്. ഭക്ഷണം ദഹിക്കുന്നത് എന്താണ്? രാസപ്രവർത്തനമാണല്ലേ. പിന്നെ പഴങ്ങൾ പഴുക്കുന്നതും രാസപ്രവർത്തനമാണ്. അപ്പം എല്ലാം ശരിയാണ് കേട്ടോ. ഇനി എന്താ? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം. ഏത് വാതക? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജനാണ് കേട്ടോ. ഹൈഡ്രജനാണ്. പിന്നെ 44ാമത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാ? വെള്ളിയിലൂടെയാണ് കേട്ടോ. വെള്ളിയിലൂടെയാണ് വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ് കേട്ടോ. വെള്ളിയാണ് വൈദ്യുതി, വെള്ളി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 45ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാനും ലായനികളുടെ pH മൂല്യം 25 ഡിഗ്രി സെൽഷ്യസിന് ഉള്ളത് താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും? അതായത് ഇവർ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ചോദിച്ചിരിക്കുകയാണ്. അതായത് ആസിഡും ബേസും, അതായത് 7 താഴെയുള്ളതൊക്കെ എന്താണ്? ആസിഡാണ്. 7 മുകളിലുള്ളതൊക്കെ ബേസാണ്. അപ്പോൾ 7 മുകളിലുള്ളത് ഏതൊക്കെയാണ്? pH 8 വരുന്നുണ്ട് അല്ലേ? pH 8 വരുന്നുണ്ട്. പിന്നെ pH 12 വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ആൻസർ വരിക? ആൻസർ സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. അതായത് ആസിഡും ബേസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഗീതാഗോവിന്ദമാണ് കേട്ടോ. ഗീതാഗോവിന്ദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതിയാണ് ഏതാണ്? ഗീതാഗോവിന്ദം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം ഏതാ? കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വരാണ് കേട്ടോ. കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വരാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സ്റ്റേഡിയം ഏതാണ്? കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. 48ാമത്തെ ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാ? ദീപാവലിയാണ് കേട്ടോ. ദീപാവലിയാണ്. ഏതാണ്? ദീപാവലിയാണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായിട്ട്, ഇത് നോട്ട് ചെയ്യണ്ട, പുതുതായിട്ട് ഉൾപ്പെട്ടത് ഏതാണ്? ദീപാവലിയാണ് കേട്ടോ. ദീപാവലിയാണ്. ഇനി എന്താ അടുത്തത്? 49ാമത്തെ ക്വസ്റ്റ്യൻ. എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തതാണ്. ശരിയല്ലാത്തതാണ്. അപ്പോൾ ഏതൊക്കെ ശരിയല്ലാത്തത്? ഓപ്ഷൻ എ എന്താ പറയുന്നത്? യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് എസ് കെ പൊറ്റക്കാടിൻ്റെ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന് പറയുന്ന യാത്രാനുഭവങ്ങളെ എന്ത് പേരിൽ കവിതയെ ആവിഷ്കരിച്ചിട്ടുണ്ട്? യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ് കേട്ടോ. സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്നത് കവിതയായിട്ട്, അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങളൊക്കെ വെച്ചിട്ട് കവിതയായിട്ട്, സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു കവിതയാണ്. അത് കവിതയായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങളൊക്കെ വിവരിച്ചിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിശ്വകന്യക എന്ന് പറയുന്നത്. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ.
എന്താണ് തെറ്റായ പ്രസ്താവനയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ? ആത്മകഥാപരമായ നോവൽ എന്ന് എസ്.കെ. പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ആത്മകഥാപരമായ നോവൽ എന്ന് എസ്.കെ. പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് എന്ത്? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ് എന്നറിയാം. അദ്ദേഹത്തിന്റെ നോവലിനെ തന്നെ എന്ത് വിശേഷിപ്പിച്ചു? ആത്മകഥാപരമായ നോവൽ എന്ന്. അപ്പൊ ഇത് ശരിയാണ്. പിന്നെ എസ്.കെ. പൊറ്റക്കാട് രചിച്ച നാടകമാണ് എന്ത്? അച്ഛൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എസ്.കെ. പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ. പിന്നെ അദ്ദേഹം കവിത ആക്കിയിട്ടുണ്ട് എന്ത്? സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന് പറയുന്നത്. വിഷകന്യക എന്ന് പറയുന്നത് ആരുടെയാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ തന്നെയാണ്. പക്ഷേ വിഷയം അതല്ല, കോഴിക്കോട് മുക്കുള്ള വിഷയമല്ല. അടുത്ത എന്താ പറയുന്നത്? നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട കേട്ടോ. 50ാമത്തെ ക്വസ്റ്റ്യൻ നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്നതാണോ? അല്ല. പിന്നെ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നതാണോ? അല്ല. പിന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ഐതിഹ്യമുള്ള വള്ളംകളിയാണോ? ഒന്നുമല്ല. പിന്നെ എന്താണ്? പ്രസിഡന്റ് നമ്മുടെ ജവഹർലാൽ നെഹ്റു വന്നതിൻ്റെ അല്ലേ, പ്രസിഡന്റ് ട്രോഫി എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലേ, നെഹ്റു ട്രോഫി. അപ്പോൾ അദ്ദേഹം വന്നതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അടുപ്പിച്ച് നടക്കാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ വർഷവും ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ചയാണ് എന്ത് നടക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് നടക്കുന്നത്. 2-ാം തീയതിയിലെ 2-ാം ശനിയാഴ്ചകളിലാണ് നടക്കുന്നത് കേട്ടോ. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ചകളിലാണ് നടക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യദിനാഘോഷവുമായി പിന്നെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പിന്നെ ജവഹർലാൽ നെഹ്റു 1952 നമ്മുടെ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് നെഹ്റു ട്രോഫിയൊക്കെ അന്നോട്ട് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അല്ലാതെ അതുകൊണ്ടൊക്കെ ആയിരിക്കും PSC ഇത് ഡിലീറ്റ് ചെയ്തിട്ടോ. അതിന് കറക്റ്റായിട്ടൊരു ആൻസർ എന്ന് പറയാനില്ല. എന്തായാലും നെഹ്റു ട്രോഫി എവിടെ നടക്കുന്നതാണ്? പുന്നോടെ കായൽ നടക്കുന്നതാണ്. അതായത് വേമ്പനാട്ട് കായലൊക്കെ ബന്ധപ്പെട്ടാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളതൊന്ന് റിവൈസ് ചെയ്യാം. പിന്നെന്താണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങളാണ്. അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്? കവിത ആക്കിയിട്ടുണ്ട്. പിന്നെ വിഷകന്യക എന്ന് പറയുന്നത് എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ്. പിന്നെ അതേപോലെ ഒരു ദേശത്തിൻ്റെ കഥ എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ്. അത് എന്തെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആത്മകഥാപരമായ നോവലെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എസ്.കെ. പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ യുനെസ്കോ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ദീപാവലിയാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം ഇവിടെയാണ്, ഭുവനേശ്വരാണ്. പിന്നെ അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഗീതാഗോവിന്ദമാണ്. പിന്നെ PH മൂല്യം 7 കൂടിയത് ഏതൊക്കെയാണ്? PH 8ഉം PH 12 എന്ന് പറയുന്നുണ്ട്. അതായത് അതവർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? വൈദ്യുതി ഏറ്റവും നന്നായി പ്രയോഗിക്കുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. പിന്നെ അതേപോലെ നിർമ്മിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ രാസപ്രവർത്തനത്തിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? മെഴുകു കത്തുന്നു, ഭക്ഷണം ദഹിക്കുന്നു, പഴങ്ങൾ പഴുക്കുന്നു. പിന്നെ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തത്തിനാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഗ്രാവിറ്റേഷൻ വേവ്സിനാണ്. ഗ്രാവിറ്റേഷൻ വേവ്സ് കണ്ടുപിടുത്തത്തിനാണ്. പിന്നെ സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. പിന്നെന്താ? ഒരു സ്വയം പ്രതിരോധ രോഗമാണ് എന്താണ്? മയോസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ജൈവ വൈവിധ്യ നാശത്തിന് കാരണമാവുന്നത് എന്തൊക്കെയാണ്? തിന്മകൾ ഏതൊക്കെയാണ്? ആവാസനാശ വിഭജനവും അമിത ചൂഷണം, അന്യദേശ ജീവികൾ അധിനിവേശം, സഹവംശനാശം. പിന്നെന്താണ്? ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വിജയ് കിഷോർ റത്കർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 51/2026. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് LD ലെവലിനൊക്കെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ വേണ്ടാത്ത കുറച്ച് സയൻസിൻ്റെ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രീവിയസ് ഇയറുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.